ഹായ് ഹലോ ഗൈസ്, ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണെന്ന് ചോദിച്ചാൽ ആണ്, റാൻഡമായിട്ടുള്ള വീഡിയോ ആണെന്ന് ചോദിച്ചാൽ അതുമാണ്. ഇപ്പം ഞാനൊരു റോസ് ബൊക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ട ഇങ്ങനെ ബ്ലൂ വന്നിട്ട് അതിൽ ഗ്രീനിൽ വൈറ്റ് റോസാണ് കൊടുക്കാമെന്ന് വിചാരിക്കണം. ഇപ്പോൾ ലാസ്റ്റ് പ്രോസസ്സിലാണ് നടന്നുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇതിൽ ഞാൻ 3 റോസാണ് ഇപ്പം തൽക്കാലത്തിന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് റോസ് ചെയ്യുമ്പോൾ ഇത് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. ഞാനൊരു ജസ്റ്റ് വെറൈറ്റി പിടിച്ചതാണ്. എല്ലാവരും റെഡ് റോസ് ഒക്കെയാണല്ലോ ചെയ്യാറ്. വൈറ്റ് റോസ് ചെയ്യണവരുണ്ട്, കൂടുതലും റെഡ് റോസാണ്. അപ്പോൾ ഞാനൊരു വൈറ്റ് റോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വൈറ്റ് ആണ് ഈ ഗ്രീൻ യാണ്ട് ബ്ലൂ യാണ്ട് എടുത്തോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനെ നമ്മൾ ഹുക്ക് ഇട്ടിട്ട് വൈറ്റ് യാണ്ടിനെ ഒന്ന് പുൾ ത്രൂ ചെയ്ത് പുറത്തോട്ട് എടുക്കുക. എന്നിട്ട് നമ്മളൊരു സിംഗിൾ സ്റ്റിച്ച് പോലെ ഇട്ട് കൊടുക്കുക. ഒരു സ്ലിപ്പ് സ്റ്റിച്ച് പോലെയാണ് അത് ഇരിക്കുക. എന്നിട്ട് ബാക്കിയുള്ള ത്രെഡൊന്ന് ജസ്റ്റ് വലിച്ചു കൊടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ അത് ലൂസായിട്ട് പോരും. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 14 ചെയിൻ സ്റ്റിച്ചസ് ഇട്ട് കൊടുക്കണം. ചെയിൻ സ്റ്റിച്ചസ് ഇടാൻ നമുക്കറിയാം. 14 സ്റ്റിച്ചസ് ഇടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫസ്റ്റ് ഇട്ടപ്പോൾ വന്നിട്ടുള്ള ആ എക്സ്ട്രാ ത്രെഡില്ലേ, അതായത് എക്സ്ട്രാ യാണ്, അത് നമ്മൾ കുറച്ച് വലിച്ച് തന്നെ പിടിക്കണം. ഇപ്പോൾ കുറച്ച് ചെയിൻ സ്റ്റിച്ചൊക്കെ ഇട്ട് വരുന്ന സമയത്ത് പിന്നെ കുഴപ്പമുണ്ടാവില്ല. ഇനി നമ്മൾ 14 സ്റ്റിച്ചസ് ഇട്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ ചെയിൻ സ്റ്റിച്ചിലും നമ്മൾ 3 ഡബിൾ ക്രോഷറ്റ് വെച്ചിട്ട് ചെയ്യണം. ഇപ്പം ഞാൻ ആദ്യത്തെ ചെയിൻ സ്റ്റിച്ചിൽ, അതായത് 13th ചെയിൻ സ്റ്റിച്ചിൽ കേട്ടോ, ഒരു ചെയിൻ സ്റ്റിച്ച് വിട്ടിട്ടാണ് ഞാൻ ചെയ്തിരിക്കണം. ആദ്യത്തെ ചെയിൻ സ്റ്റിച്ചിൽ ഇതാ 3 ക്രോഷറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് 3 ഡബിൾ ക്രോഷറ്റ് വെച്ചിട്ട് ഓരോ ചെയിൻ സ്റ്റിച്ചിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കിതാ ഇങ്ങനെയാണ് കിട്ടുക. അതിന് ഓൾറെഡി ഒരു കേവ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ കേവിലൂടെ അങ്ങ് തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റോസിൻ്റെ ഷേപ്പിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധനം സിമ്പിളാണ് ചെയ്യാൻ, കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രം. കണ്ടോ, നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ റോസിൻ്റെ രൂപത്തിൽ കിട്ടും. ഇനി നമ്മൾ ഈ ലാസ്റ്റത്തെ 2 യാൺ നീഡിൽ വെച്ചിട്ട് സെക്യൂർ ചെയ്യാണ് വേണ്ടത്. സെക്യൂർ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പുറത്ത് കാണുന്ന പോലെ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് സ്റ്റിക്കായിട്ടിരിക്കുന്ന റോസസ് കിട്ടും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഓടി വന്നിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്. ഓക്കെ, ബൈ.